ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിഞ്ഞോടരുത്, നേരിടണം. ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ നേരിടുമ്പോ നമ്മുടെ പ്രായം കുറയും, ചെറുപ്പമാവും. അതിനിവിടെ എന്താ പ്രശ്നം? പ്രശ്നമില്ല, പ്രശ്നം നമ്മൾ ഉണ്ടാക്കും. ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്ത്, പ്ലീസ് മനസ്സിലാക്കൂ. കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. ആതിര അതാരാണ്? ശമ്പൂണിന്റെ കളി നീ കണ്ടോ? നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ. നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. പക്ഷെ വകടിരിവ് വട്ടപ്പൂജ്യം. ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത്. കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് വരണം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്റെ മുഖം ഞാൻ മറക്കൂല. ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി